വേനൽക്കാലത്ത് വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഒരുക്കാനുള്ള പദ്ധതിയുമായി സർക്കാർ. മിഷൻ ഫുഡ് ആൻഡ് വാട്ടർ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി 3 ഘട്ടമായിട്ടായിരിക്കും നടപ്പിലാക്കുകയെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ പദ്ധതിയുമായി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. മിഷൻ ഫുഡ് ആൻഡ് വാട്ടർ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി 3 ഘട്ടമായിട്ടായിരിക്കും നടപ്പിലാക്കുക. ഇതിനായി 50 ലക്ഷം രൂപ ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ഫണ്ടായി അനുവദിച്ചുവെന്നും പദ്ധതിയുടെ 1ാം ഘട്ടം ഫെബ്രുവരി 10 മുൻപ് നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ യജ്ഞത്തിന് മിഷൻ ഫുഡ് ഫോൾഡർ ആൻഡ് വാട്ടർ അഥവാ മിഷൻ FFW എന്ന പേര് നൽകിയിരിക്കുന്നു. 1ാം ഘട്ടമായി ഫെബ്രുവരി മാസം 10 മുമ്പ്, ഇപ്പം ജനുവരിയായി, ഫെബ്രുവരി മാസം 10 മുമ്പ് സംസ്ഥാനത്തെ വനമേഖലകളിലെ വയലുകൾ, ചെക്ക് ഡാമുകൾ, കുളങ്ങൾ, പുൽമേടുകൾ, തുറസ്സായ സ്ഥലങ്ങൾ എന്നിവയുടെ വിവരശേഖരണവും പുതുതായി ഇവ ആവശ്യമുള്ള മേഖലകളും കണ്ടെത്താനുള്ള ശ്രമം നടത്തും. പദ്ധതിയുടെ ഭാഗമായി വനത്തിനുള്ളിലെ കുളങ്ങളും ചെക്ക് ഡാമുകളും ശുദ്ധീകരിക്കും. കൂടുതൽ വന്യമൃഗ സംഘർഷമുള്ള മേഖലകളിൽ പ്രത്യേക യജ്ഞം നടത്തും. അതേസമയം വയനാട്ടിലെ വനമേഖലയിൽ 6 റേഞ്ചുകളിലായി 63 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഈ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് ഡ്രോൺ പരിശോധന ഈ ആഴ്ച മുഴുവനും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചാരക്കൊല്ലിയിലെ കടുവ കേരളത്തിന്റെ ഡാറ്റാബേസിലുള്ളതല്ലെന്നും കടുവ ഏത് ഡാറ്റാബേസിൽ നിന്നുള്ളതാണെന്ന് പരിശോധിക്കാൻ നടപടി തുടങ്ങിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.